കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം.എൽ.എ ചിന്നക്കനാലിൽ അനധികൃതമായ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണത്തിലൂടെ വെളിവാക്കപ്പെട്ടൊരു കാര്യമാണ്. ഒരേക്കർ 10 സെന്റ് സ്ഥലത്തിന് വേണ്ടി ആണ് താൻ വാങ്ങിയിട്ടുള്ളത് എന്നും അതിനെ താൻ മേടിക്കുമ്പോൾ ഉള്ളതിനെ 1 കോടിയാണെങ്കിൽ അത് 3 കോടി രൂപയുടെ ആസ്തിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും ഭൂമിയോടൊപ്പം അനധികൃതമായി കിടക്കുന്ന 65 സെന്റ് സ്ഥലം മാത്യു കുഴൽനാടൻ അനധികൃതമായി കയ്യേറ്റം നടത്തിയിട്ടുള്ളതാണെന്ന് അന്ന് CPM ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് അദ്ദേഹം അന്ന് പറഞ്ഞൊരു ന്യായം, എനിക്ക് ഭൂമിയുടെ അതിർത്തി അറിയില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ ഞാൻ അന്ന് കണ്ട ഭൂമിയുടെ അതിർത്തി എടുത്തു എന്നാണ് നിലപാട് പറഞ്ഞത്. മറ്റൊരു കാര്യം, ഒരു സാധാരണ വീടിൻ്റെ പെർമിറ്റ് അതിനെ കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണ സംവിധാനത്തെ സ്വാധീനിച്ചുകൊണ്ട് മാറിയത്. LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കി. ആ ഭൂരിപക്ഷത്തെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. ആ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം തന്നെ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അങ്ങനെ വളരെ കൃത്യതയോടുകൂടി ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന ന്യായമാണ് പറഞ്ഞത്. അന്ന് ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി മാത്യു കുഴൽനാടൻ പറഞ്ഞത്, തൻ്റെ ധാർമ്മികതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേരളത്തിന് ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി താനുണ്ടാക്കിയ പോരാട്ട നാടകം, ആ നാടകത്തെ സാധൂകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രചരണമാണ്. ആ പ്രചരണങ്ങളെയെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി, വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു സന്ദർഭത്തിൽ എല്ലാ മറയും നീക്കി പുറത്തു വരും. ഇപ്പം തീർച്ചയായും വന്നിട്ടുണ്ട്. ഞങ്ങളന്ന് ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ താൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണെന്ന് CPM ജില്ലാ കമ്മിറ്റിയുടെ ആക്ഷേപത്തെ മാത്യു കുഴൽനാടൻ വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്തു. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, പറഞ്ഞ വാക്കിന് എന്തെങ്കിലും അർത്ഥമോ വ്യാപ്തിയോ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ EDയുടെ അന്വേഷണത്തിന് വിധേയമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായി വിജിലൻസ് അന്വേഷണം നടത്തി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്തി, ഇപ്പം ഏറ്റവും അവസാനം ED അന്വേഷണം നടത്തുമ്പോഴും ഈ ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി വിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പറഞ്ഞ വാക്കിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം പൊതുജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളി ഏറ്റത് ഞാൻ വനവാസത്തിന് പോകുന്നതാണ്. വനവാസത്തിനും പോകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ധാർമ്മികതയുണ്ടെങ്കിൽ ഈ MLA സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ അഴിമതിയെല്ലാം നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഭൂമി സമ്പാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് CPMൻ്റെ അഭിപ്രായം.